ഹലോ ഫ്രണ്ട്സ്, ചിന്നു ഗ്രൂപ്പിൻ്റെ ഫോട്ടോ എഡിറ്റിംഗ് ക്ലാസ്സിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞത് 5 ക്ലാസ്സുകളാണ്. ഇനി 6ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 6ാമത്തെ ക്ലാസ് തുടങ്ങുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനിയുള്ളത് ഫോട്ടോ റീടച്ചിങ് ആണ്. ഫേസ് ടച്ച് ചെയ്യാനും മറ്റു കാര്യങ്ങളുമാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ റീടച്ചിങ് ചെയ്യുമ്പോൾ 2-3 വിധത്തിൽ ചെയ്യാം. നമുക്ക് ഫോട്ടോഷോപ്പ് വെച്ചിട്ട് തന്നെ റീടച്ചിങ് ചെയ്യാം, അതല്ലെങ്കിൽ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ വെച്ചിട്ട് ചെയ്യാം. തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ ഒരു ഇത്രയും കൂടെ ഗുണം എന്താ വെച്ചാൽ, ഫോട്ടോഷോപ്പ് പഴയതൊക്കെ ആണെങ്കിൽ അതിലും എല്ലാത്തിലും വർക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസാണ്, പ്ലഗിൻസാണ്. അപ്പം നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത് ചെയ്യുന്നത്. അതിന് നമ്മളൊരു ആക്ഷൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ ഞാൻ ഈ സിസ്റ്റത്തിൽ ചെയ്തതാണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനതും ചെയ്തു തരികയാണ്. ഈ ക്ലാസ്സിൽ ക്യാഷ് തന്ന് ഉൾപ്പെട്ട എല്ലാവർക്കും നമ്മൾ ആ പ്ലഗിന് അയച്ചു കൊടുക്കുന്നതാണ്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് അത് അയച്ചു കൊടുക്കും. അത് ഏകദേശം 2500 രൂപ വില വരുന്ന ഒരു പ്ലഗിൻസാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ഒരു ഫോട്ടോ റീടച്ച് ചെയ്യാനുള്ളൊരു ഫോട്ടോ ഓപ്പൺ ചെയ്യുകയാണ്. F9 നിങ്ങളെ സിസ്റ്റത്തിൽ അടിക്കുമ്പോൾ ഇതാണ് കിട്ടുക, ഐക്കൺ. ഈ സാധനം കിട്ടും. ഇതൊരു ആക്ഷൻ സെറ്റപ്പാണ്. നേരത്തെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതായതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. നിങ്ങളതിൽ ഇത്രയേ ഉണ്ടാവുകയുള്ളൂ. ഇത്രയും ഗ്രീൻ കളർ, ഈ ബ്രൗൺ കളർ വരെ ഉണ്ടാവുകയുള്ളൂ. ബാക്കി താഴോട്ടൊന്നും ഉണ്ടാവില്ല. ഇത് ബട്ടൺ മോഡ് ആക്കുക. നിങ്ങൾ ഏതാണെങ്കിലും നിങ്ങളടുത്ത് ഏത് സോഫ്റ്റ്വെയർ, ഏത് ഫോട്ടോഷോപ്പ് ആണെങ്കിലും F9 അടിച്ചതിന് ശേഷം ആക്ഷൻ വരും. അതിൽ ബട്ടൺ മോഡ് എന്നുള്ള ഇത് ടിക്ക് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അത് ഒഴിവാക്കി ഇങ്ങനെ കിട്ടുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ലോഡ് ആക്ഷൻ എന്നുള്ള സംഭവം കൊടുക്കുക. ലോഡ് ആക്ഷൻ കൊടുത്താൽ ഞാൻ അയച്ചു തന്ന ആക്ഷൻ സെറ്റപ്പ് ഉണ്ടല്ലോ, ആ ആക്ഷൻ സെറ്റപ്പ് എടുക്കുക. ഒരു സെക്കൻഡ്, ഇതാണത്. ഇത് കൊടുക്കുക, നേരെ ലോഡ് കൊടുക്കുക. ഇതിൽ ഞാൻ ലോഡ് കൊടുത്താൽ 2 തവണ ഇത് കയറും. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോഡ് കൊടുക്കുന്നില്ല. ലോഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡിൽ അത് ലോഡാവും. പിന്നെ അത് കട്ട് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാനിത് ക്യാൻസൽ ചെയ്യണു. നിങ്ങൾ അയച്ചെന്ന സാധനം ലോഡ് കൊടുക്കുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ലോഡ് കൊടുത്തതിന് ശേഷം വീണ്ടും ബട്ടൺ മോഡാക്കിയാൽ നിങ്ങൾക്ക് ഇത്രയും സംഗതികൾ അതിനകത്ത് കയറി കിട്ടും. ഇനി നമ്മൾ ഓരോ സാധനങ്ങളും സെപ്പറേറ്റ് ചെയ്ത് കാണിച്ച് തരികയാണ്. അതിൽ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് പിമ്പിൾസ് റിമൂവറാണ്. പിമ്പിൾസ് റിമൂവർ ഫേസ് ടച്ച് ചെയ്യാനുള്ളൊരു സാധനമാണ്. ഇത് മുഴുവൻ കാണിക്കാൻ എന്തായാലും പറ്റില്ല. എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഓരോ ക്ലാസ്സുകളായിട്ട് നമുക്കത് ചെയ്യാം. പിമ്പിൾസ് റിമൂവർ ശരിക്കും ഫേസ് ടച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അതിലൊരു ഐക്കണാണ്. അത് നേരെ ഒന്ന് ചെറുതാക്കിയിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒപ്പാസിറ്റി ഒരു 40 ചോടിൽ ആക്കുക. അല്ലെങ്കിൽ ഇത്രയും ഫേസൊക്കെ കുറച്ച് വീക്കാണെങ്കിൽ 45-46 കൊടുക്കാം. അതേപോലെ ഫ്ലോയും അങ്ങനെ തന്നെ. പിന്നെ സ്മൂത്തിങ് 23-25 ബാക്കിൽ മതി. അതിനേക്കാളും കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഈ കണ്ണിൻ്റെ ഭാഗം, മൂക്കിൻ്റെ താഴേക്ക് ആകെ വൃത്തികേടായി പോകും. പിന്നെ എപ്പോഴും ടച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലിപ്പ്, നോസ്, ഐ, ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ടച്ച് ചെയ്യുമ്പോൾ, അതേപോലെ ഈ എഡ്ജുകൾ, പിന്നെ കഴുത്തിൻ്റെ പിന്നെ താടിൻ്റെയും കൂടി നിൽക്കുന്ന ഭാഗം, അതേപോലെ കയ്യിൻ്റെ വിരലുകൾ, ഇങ്ങനത്തോടത്ത് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ ചെറുതാക്കിയിട്ട് ചെയ്യുക, സ്മൂത്തായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ വൃത്തികേടാവും. പിന്നെ എപ്പോഴും ലാർജ് ആക്കുക, ഫോട്ടോ മാക്സിമം ലാർജ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ഏറ്റവും നന്നാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഫേസിന് കണക്കാക്കിയിട്ട് ഇത് ഐക്കൺ കറക്റ്റാക്കിയിട്ട് ബെല്ലെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക.
ടച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇത് മറ്റേ ഓരോ സൈഡ് കണ്ണിൻ്റെ താഴെ മൂക്കിൻ്റെ താഴെയൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ അതേപോലെ ഇത് ഗോൾഡിൻ്റെ ഷെയ്ഡാണ്. ആ ഷെയ്ഡൊക്കെ ഒന്ന് കറക്റ്റ് റബ്ബ് ചെയ്ത് പിടിപ്പിക്കുക. എന്താ കാര്യം വെച്ചാൽ നമുക്ക് ആ ഗോൾഡ് ഇനി ഒന്ന് ഗ്ലോ ഒക്കെ കൂട്ടിയിട്ട് ഒന്ന് അടിപൊളിയാക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് തടസ്സമാവരുത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. പിന്നെ അതേപോലെ ഈ സാരീൻ്റെ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്നും റബ്ബ് ചെയ്യാതിരിക്കുക. കാരണം അവിടേക്ക് നമുക്ക് ഗ്ലോ കൊടുക്കാൻ പറ്റും. നമ്മൾ ഗോൾഡ് കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ അവിടെയും കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഏകദേശം ഓക്കെ അല്ലേ? ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇത് കൈയൊക്കെ ചെയ്യാം, കയ്യിൻ്റെ ഭാഗം ഒക്കെ ചെയ്യാം. കയ്യിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞ പോലെ ചെയ്യണമെന്ന് മാത്രം, ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇത് ഓവറായിട്ട് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്ത് പിടിക്കുക. ആ ഒരു എന്താ പറയുക, ചുളിപ്പുണ്ടല്ലോ, ആ ചുളിഞ്ഞ് നിൽക്കുന്ന ആ ഒരു മൂഡ് മാറാൻ ഒരു ഇത്രയും. ഇതാണ് നമ്മൾ പിമ്പിൾസ് റിമൂവർ എന്നുള്ള ഒരു ഐക്കൺ കൊണ്ട് ചെയ്യാൻ പറ്റിയ സംഗതികൾ. അടുത്ത ഐക്കൺ വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ഓരോന്നിലും സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.